ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ 13 എപ്പിസോഡിലെ മാസ് സംഭവങ്ങളൊക്കെ എന്നുള്ള രീതിയിലൊക്കെയാണ് പലതും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജഡ്ജസ് ഇറങ്ങിപ്പോകുന്നു, കണ്ടസ്റ്റൻസിനോട് ദേഷ്യപ്പെട്ട് ലൈൻ കട്ടൊക്കെ പറഞ്ഞ് നമ്മുടെ ജഡ്ജസ് ആയിട്ടുള്ള രഞ്ജിനി ഹരിദാസ്, അഖിൽ മാരാർ, അതുപോലെ തന്നെ റിയാസ് സലീം ഇവര് ഇറങ്ങിപ്പോകുന്ന രംഗങ്ങളൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന എപ്പിസോഡിൽ കണ്ടിരിക്കുന്നത്. ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഓൾറെഡി ജിയോ ഹോട്ട്സ്റ്റാറിൽ എപ്പിസോഡ് വന്നു കഴിഞ്ഞതാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഈ ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ഷോ, റിയാലിറ്റി ഷോ തീർത്തും തണുത്ത പടക്കം പോലെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഷോയ്ക്ക് ഒരു ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ജഡ്ജസിന്റെ വെറും പട്ടി ഷോ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഇതിപ്പോൾ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും, ഈ ഒരു സംഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങളൊക്കെ ഒന്നൊരു പ്രശ്നം ഉണ്ടാക്കി ഇറങ്ങിപ്പോകണം, പ്രേക്ഷകർക്കൊന്ന് ആവേശം കൊള്ളിക്കാൻ വേണ്ടി. ഇതൊക്കെ കഴിഞ്ഞുപോയി. പല സീസണുകളിലും ബിഗ് ബോസ് കാണുന്ന ഇഷ്ടം പോലെ പ്രേക്ഷകരുണ്ട്. ബിഗ് ബോസിൽ ലാലേട്ടൻ തന്നെ ഇതുപോലെയുള്ള പല സന്ദർഭങ്ങളിലും ഇതുപോലെയുള്ള ഐഡിയാസ് ഒക്കെ യൂസ് ചെയ്ത് കുറച്ച് ഹൈപ്പൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പം അതിന് പറ്റിയ സ്യൂട്ടബിൾ ആയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് വെറും ചീപ്പ് ഒരു സ്ട്രാറ്റജി ഒക്കെ ആയിപ്പോയി. മലയാളി പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് ബിഗ് ബോസ് അഗ്നിപരീക്ഷ എന്തോ വമ്പൻ സംഭവമാണ്, പ്രേക്ഷകരെ അല്ലെങ്കിൽ കോമണേഴ്സിനെ തെരഞ്ഞെടുക്കുന്ന രീതിയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ജഡ്ജസ് ആണ് എന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടൽ മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ നിങ്ങൾ കണ്ടവർക്കറിയാം, കാണാൻ പോകുന്നവർക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും. ഇവിടെ ഈ പറയുന്നത് പോലെ നമ്മുടെ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ഷാമോനും ഷിജുലാലും ഇവര് തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവർ ആ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൂടുതൽ ഇതിനെപ്പറ്റി ഗെയിമിനെ പറ്റി ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ആ ഒരു കളത്തിൽ കയറി നിൽക്കുന്ന കളറിനനുസരിച്ചുള്ള കളത്തിൽ കയറി നിൽക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാം, സഹായിക്കാതിരിക്കാം, തെറ്റ് പറഞ്ഞു കൊടുക്കാം, അതൊക്കെ കണ്ടസ്റ്റൻസിന്റെ പേഴ്സണൽ ചോയ്സ്. ലാസ്റ്റ് അവർ തുടക്കം മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്ത് ഇന്ന കളറാണ് നിങ്ങളുടെ തലയിൽ കെട്ടിയിരിക്കുന്നത്, ബാഡ്ജിലുള്ളത്, പിന്നിലാണല്ലോ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞു കൊടുത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ടാസ്ക് ലെറ്ററിൽ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട് കളറിനനുസരിച്ചുള്ള ഒരു കളത്തിലല്ല നിൽക്കുന്നത് എങ്കിൽ അവർ എവിക്റ്റ് ആകും. അതുപോലെ തന്നെ കണ്ടസ്റ്റൻസ് എല്ലാവരും കറക്റ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ടസ്റ്റൻസിൽ നിന്ന് ലോട്ട് എടുത്തിട്ട് അവരിൽ നിന്ന് ഒരാളെ ആയിരിക്കും പുറത്താക്കുന്നതെന്ന്. അങ്ങനെ തന്നെയാണ് നടന്നു വന്നതും. അതുവരെയും ജഡ്ജസിനൊന്നും പറയാനില്ലായിരുന്നു, ഇങ്ങനെ ഒരു സംശയം പറഞ്ഞിരുന്നു എന്ന് മാത്രം. എന്നാൽ ഇവർ രണ്ടുപേരും വന്നു കഴിയുമ്പോൾ ജഡ്ജസ് പറയുകയാണ്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ഈ ഒരു അവസാന നിമിഷവും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കാതെ ഒരാളെ പുറത്താക്കാൻ നോക്കാതെ നിങ്ങൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞൊരു സീൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അത് അവരുടെ ഇഷ്ടമല്ലേ, അവരെങ്ങനെ കളിക്കണം. ടാസ്ക് ലെറ്ററിൽ പ്രോപ്പർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേരും ഒരേ രീതിയിൽ തന്നെ കറക്റ്റ് ആയിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാവരും കറക്റ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ലോട്ട് എടുത്തിട്ട് ഒരാളെ എവിക്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ. ഇനി ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കാതെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നു എന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഓൾറെഡി 2-3 റൗണ്ട് ഇവർ റിപ്പീറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്, എന്താണ് ചെയ്യുന്നതെന്ന് അറിയിക്കാൻ വേണ്ടി. ആയിക്കോട്ടെ, പ്രേക്ഷകർ അത് കാണുന്നുണ്ട്. അപ്പൊ അവരുടെ ഗെയിം സ്ട്രാറ്റജികൾ അല്ലെ അവർ പ്രത്യേകിച്ച് ഒരു ഗെയിം അതിനകത്ത് എടുക്കുന്നില്ല എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അതിനുശേഷവും ഇവര് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുകയാണ്. ഇവര് ടാസ്ക് ലെറ്ററിൽ പറഞ്ഞതുപോലെ ഒരാളെ വിന്നറായിട്ട് പ്രഖ്യാപിക്കാമായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇവര് വിചാരിക്കുന്നത് പോലെ അവര് ഗെയിം കളിക്കണം എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല. എന്താണെങ്കിലും നമ്മുടെ ഷാമോനും ഷിജിലാലും അവര് മികച്ച രീതിയിൽ തന്നെ തുടക്കം മുതൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹെൽപ്പിംഗ് മൈൻഡോട് കൂടി തന്നെ ഒരു വിശ്വാസം കീപ്പ് ചെയ്ത് ആ ഒരു ഗെയിം മുന്നോട്ട് കൊണ്ടുപോയി. ലാസ്റ്റ് ലോട്ട് എടുത്ത് ആര് തീരുമാനിക്കും, അത് അവര് വിൻ ചെയ്യുക എന്നുള്ളത് അവർക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ജഡ്ജസ് ആയിട്ടുള്ള നമ്മുടെ രഞ്ജിനിക്ക് എന്താണ് പ്രശ്നം? രഞ്ജിനിയാണ് ഇതിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പുറകെ അഖിൽമാരും അതുപോലെ തന്നെ നമ്മുടെ റിയാസ് സലീമും എണീറ്റ് പോവുകയും ഉണ്ടായി. അത് വെറും സീൻ മാത്രമാണ്, പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇതിന്റെ പ്രൊമോയും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ കണ്ടിരിക്കുന്ന നമുക്ക് കുറച്ച് ഹൈപ്പ് പിറ്റേ ദിവസത്തെ ആ ഒരു ഷോ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കണം എന്നുള്ള ഒരു രീതി കൊണ്ടുവരുവാണ്. ശരിക്കും നനഞ്ഞ പടക്കം പോലെയാണല്ലോ ഇപ്പോൾ ഷോ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ലാതെ ടാസ്ക് ആണെന്നുണ്ടെങ്കിലും കണ്ടിരിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ചില ദിവസം ചില ഗെയിമുകളും കാര്യങ്ങളും ചില എപ്പിസോഡുകളൊക്കെ മികച്ച രീതിയിൽ വരുന്നു എന്നതല്ലാതെ ഒരു ബിഗ് ബോസ് ഷോയിലേക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു റിയാലിറ്റി ഷോ ആയിട്ടുള്ള അഗ്നിപരീക്ഷ പോലെ നടക്കുന്ന ഒരു ഷോയ്ക്ക് വേണ്ടിയുള്ള ഒരു ഹൈപ്പോ അല്ലെന്നുണ്ടെങ്കിൽ അതിന് യോജിക്കുന്ന രീതിയിലുള്ള ഗെയിമുകളോ ടാസ്കുകളോ ഒന്നും തന്നെ ഈ ഒരു ബിഗ് ബോസിന്റെ ടീം ഇതുവരെയും കൊണ്ടുവന്നിട്ടില്ല. അതിന് വേണ്ടിയിട്ട് കുറച്ച് അവസാന നിമിഷങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ വെറുതെ അനാവശ്യമായിട്ടുള്ള ഇതുപോലെയുള്ള സ്ട്രാറ്റജികളൊക്കെ വർക്കൗട്ട് ആക്കി ഒരുമാതിരി പട്ടി ഷോ നടത്തുന്നൊന്നും വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിവേസ്, നിങ്ങൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് എന്താണ് തോന്നിയത്? അത്യാവശ്യം ട്രോൾ മെറ്റീരിയൽ ഒക്കെയാണ് ഇവർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യവുമില്ലാതെ വെറുതെ
കണ്ടസ്റ്റന്റിന്റെ മേൽ പഴി ചാരിയിട്ട് അവർ ഗെയിം കളിക്കുന്നില്ല, അവർ പ്രോപ്പറായിട്ട് ചിന്തിക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. അവർ പ്രവർത്തിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം, അതിനെതിരെയുള്ള ആക്ഷൻ ഉണ്ടാകണം. ഇതൊന്നും ചെയ്യാതെ വെറുതെ ഒരു ഹൈപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ ജഡ്ജിങ് പാനലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മാതിരി വളരെ മോശമായിട്ടുള്ള രീതികളൊക്കെയാണ് ബിഗ് ബോസ് ടീമിന്റെ സൈഡിൽ നിന്നും ജഡ്ജസിനെ വെച്ചൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിവേസ്, കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള ഷിജിലാലും ഷാമോനും അവർക്ക് വെറുതെ നെഗറ്റീവ് അടിപ്പിച്ചു കൊടുക്കുകയാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. വെറുതെ നെഗറ്റീവ് അടിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയാണ്. മറ്റു പല കണ്ടസ്റ്റൻസിനെ ഇവർക്ക് താല്പര്യമുള്ളവരെയൊക്കെ മുൻപോട്ട് കയറ്റിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം നല്ല രീതിയിൽ പോകുന്ന കണ്ടസ്റ്റൻസിന് നെഗറ്റീവ് ആകാനുള്ള ശ്രമങ്ങളാണോ എന്നും അറിയത്തില്ല. ഷിജിലാലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മികച്ച രീതിയിൽ ടാസ്കുകളിലൊക്കെ പങ്കെടുത്ത് മികച്ച രീതിയിൽ മുന്നോട്ട് വരുമ്പോൾ ഇതുപോലെയുള്ള നെഗറ്റീവ് ഒരു എഫക്ട് അവർക്ക് മേലെ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ മോശം തന്നെയായിട്ടാണ് എനിക്കും തോന്നിയത്. എനിവേസ്, ഇവർ രണ്ടുപേരും അവരുടെ പ്ലാനിനനുസരിച്ച് മികച്ച രീതിയിൽ തന്നെയാണ് പോയത്. അവർക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ രണ്ടുപേര് തമ്മിലായപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഗെയിം കളിച്ച് പരസ്പരം ഒന്ന് വേണമെങ്കിൽ ഒരാളെ എവിക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരാളെ ആ ഒരു ഗെയിമിൽ നിന്ന് ഔട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താമായിരുന്നു. ബട്ട് അവർ ശ്രമിച്ചില്ല. അവർ രണ്ടുപേരും മുൻപോട്ട് തന്നെ നീങ്ങി ഈ ഒരു ലോട്ട് എടുത്തതിന് ശേഷം ഭാഗ്യമുള്ളവൻ കയറി പോട്ടെ എന്ന് അവർ ചിന്തിച്ചു. അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇവർ റിപ്പീറ്റ് ആയിട്ട് ഒരു ടാസ്കുകൾ നടത്തുകയും ചെയ്തു. ജഡ്ജസിന്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുകയും ചെയ്തു. അതിനുശേഷമെങ്കിലും ഇവരിങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് കാണുമ്പോൾ ലോട്ട് എടുത്ത ഒരാളെ വിന്നറായിട്ട് കാണിക്കുന്നതിന് പകരം ഇവര് ഇത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ടാണ്, അവരെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇവർ പ്രോപ്പറായിട്ട് ഗെയിം കളിക്കുന്നില്ല, ബിഗ് ബോസ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണോ എന്നൊക്കെയുള്ള രീതികളിലുള്ള ഒരു സംസാരം വളരെ എന്താ പറയുന്നത്, തീർത്തും നമുക്ക് പോലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതും അല്ലെങ്കിൽ ഒരു ഷോയിലേക്ക് ജഡ്ജിങ് പാനലിരിക്കുന്നവരുടെ ഒരു പ്രോപ്പർ ഡിസിഷൻസ് ആണ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിവേസ്, ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് കണ്ടതിന് ശേഷം വളരെ എന്താ പറയുന്നത്, തീർത്തും ഒരു ഷോ ഓഫ് മാത്രമാണ്. പ്രേക്ഷകരിലേക്ക് ഷോ എന്തെങ്കിലും കാണിച്ചെങ്കിലും ഒന്ന് ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന വെറും ഷോ ഓഫ് മാത്രമായിട്ടാണ് ഇങ്ങനെയുള്ള കലാപരിപാടികൾ തോന്നുന്നത്. ദയവേത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും നാച്ചുറൽ ആയിട്ട് സംഭവിക്കുമ്പോൾ അതിനനുസരിച്ച് പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാകും, ഒരു രസമൊക്കെ ഉണ്ടാകും. ഇത് വളരെ ബോറായിട്ടാണ് തോന്നുന്നത്. സോ നിങ്ങൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ആയിട്ട് അറിയുക. നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നിയത്? നമ്മുടെ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള ഷാമോന്റെയോ ഷിജിലാന്റെ സൈഡിലാണോ തെറ്റ്, അല്ലെങ്കിൽ ജഡ്ജസിന്റെ സൈഡിലാണോ തെറ്റ് എന്നൊക്കെ. അപ്പോൾ കൂടുതൽ അഗ്നിപരീക്ഷ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.